കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ സീസണിലേക്കുള്ള പ്രീ സീസൺ പ്രിപ്പറേഷൻസ് അങ്ങ് തായ്ലൻഡിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് ഒരു പ്രീ സീസൺ ഫ്രണ്ട്ലി ഗെയിം ബ്ലാസ്റ്റേഴ്സ് കളിച്ചിട്ടുണ്ടായിരുന്നു പട്ടായ യൂണൈറ്റഡിനെതിരെ. ആ ഒരു മാച്ചിന്റെ ഒരു വീഡിയോ, ഒരു മിനി ഹൈലൈറ്റ്സ് എന്ന രീതിയിൽ ബ്ലാസ്റ്റേഴ്സ് യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് ഇത്തരത്തിലുള്ള വീഡിയോസ് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അത് തിരിച്ചും മറിച്ചും സ്ലോ മോഷനിലൊക്കെ ആയിട്ട് കാണാറുണ്ട്. അങ്ങനെ കണ്ടതിന് ശേഷം നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് സംസാരിക്കുന്നത്. അതിലേക്ക് വരുന്നതിന് മുൻപ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുള്ളത്, ഈ പ്രീ സീസൺ ഫ്രണ്ട്ലി മാച്ചസ്, അറ്റ്ലീസ്റ്റ് ഈ തായ്ലൻഡ് പ്രീ സീസണിലെ റിസൾട്ട് അല്ലെങ്കിൽ അവിടെയുള്ള പ്ലേയേഴ്സിന്റെ പെർഫോമൻസ്, അവിടെ വരുന്ന ടാക്ടിക്സ്, യൂസ് ചെയ്യുന്ന ഫോർമേഷൻ, അതിനൊക്കെ ഓവറായിട്ട് ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത്തരത്തിലുള്ള തുടക്കത്തിലുള്ള പ്രീ സീസൺ അത് ഒരു പുതിയ കോച്ച് ആയതുകൊണ്ട് തന്നെ പുതിയ കാര്യങ്ങൾ പരീക്ഷിക്കാനും ചിലതൊക്കെ ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡ് എന്ന രീതിയിൽ ചില കാര്യങ്ങൾ ട്രൈ ചെയ്ത് നോക്കാനൊക്കെ ഉള്ള ഒരു വേദിയാണ്. അത് വർക്കായില്ലെങ്കിൽ ഒരു പക്ഷേ ട്രെയിനിങ്സിൽ അത് ചേഞ്ച് ചെയ്യാനൊക്കെ ഉള്ള പോസിബിലിറ്റീസ് ഒക്കെ ഉണ്ട്. സോ ഇവിടെ വരുന്ന ഇപ്പം നമ്മൾ പറയാൻ പോകുന്ന ഒരു ഫോർമേഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഇവിടെ വരുന്ന പ്ലേയേഴ്സിന്റെ റോളുകൾ ഉണ്ടാവും. അതെല്ലാം ഫൈനൽ ആണെന്ന് യാതൊരു തരത്തിലും തെറ്റിദ്ധരിക്കരുത്. ഇപ്പം പറയുന്ന കാര്യങ്ങൾ റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം ഉറപ്പിക്കാൻ പറ്റും. അതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ ഒരു മാച്ചിനെ പറ്റി സംസാരിക്കുന്നത്. സോ നമ്മൾ മാച്ചിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഏകദേശം 13 മിനിറ്റ് അടങ്ങുന്ന ആ ഒരു വീഡിയോയിൽ 6 മിനിറ്റ് മാത്രമാണ് ഈ ഒരു മാച്ചിന്റെ ഫുട്ടേജ് കാണിക്കുന്നത്. സോ ഒരുപാട് കാര്യങ്ങൾ മിസ് ഔട്ട് ആവാനുള്ള ചാൻസസ് ഉണ്ട്. അത് ആദ്യം മനസ്സിൽ വിചാരിക്കുക. സോ നമ്മൾ മാച്ചിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഫസ്റ്റ് ഹാഫിലും സെക്കൻഡ് ഹാഫിലായിട്ട് ഒരുപാട് പ്ലേയേഴ്സിനെ, ബ്ലാസ്റ്റേഴ്സ് പ്ലേയേഴ്സിനെ ഗ്രൗണ്ടിൽ കാണുന്നുണ്ട്. അതിൽ ഫസ്റ്റ് ഹാഫിലേക്ക് വരുമ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, ആദ്യത്തെ ഒരു 45 മിനിറ്റ് അല്ലെങ്കിൽ എത്ര മിനിറ്റ് ആണോ അവർ കളിച്ചത് ആ ഒരു മിനിറ്റ് ഒരു സെയിം ടീം വെച്ചിട്ടും സെക്കൻഡ് ഹാഫിൽ മറ്റൊരു ടീം അങ്ങനെ ചേഞ്ച് ആയിട്ടാണ് ഇറക്കിയതെന്നാണ് തോന്നുന്നത്. സോ ഫസ്റ്റ് ഹാഫിൽ ഉപയോഗിച്ചിരിക്കുന്ന പ്ലേയേഴ്സും അവരുടെ ഗ്രൗണ്ടിൽ ടച്ച് വരുമ്പോഴും അതിനുശേഷമുള്ള അവരുടെ പൊസിഷനൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഇവിടെ ബ്ലാസ്റ്റേഴ്സ് യൂസ് ചെയ്തിരിക്കുന്ന ഒരു ഫോർമേഷനായിട്ട് എനിക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുള്ളത് 4-3-3 ആണ്. അതിൽ തന്നെ കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് വരാണെന്നുണ്ടെങ്കിൽ ഒരു 4-1-2-3 എന്ന രീതിയിൽ മിക്കായൽ സ്റ്റാർ കഴിഞ്ഞ അദ്ദേഹത്തിന്റെ പ്രീവിയസ് സീസൺസിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫോർമേഷനാണ് ഈ 4-1-2-3 എന്ന് പറയുന്ന ഫോർമേഷൻ. അവിടെ ഈ പറഞ്ഞ പോലെ ഗോൾ കീപ്പറായിട്ട് സോംകുമാർ, അതുപോലെ തന്നെ ഡിഫൻസിൽ മിലോസും ഹോർമിപാമും സെൻറ്റർ ബാക്കായിട്ടും, റൈറ്റ് ബാക്കായിട്ട് സന്ദീപ്, ലെഫ്റ്റ് ബാക്കായിട്ട് ഐബൻ ദോഹലിംഗ്, ഫ്രണ്ടിൽ ആ ഒരു ഒറ്റ ഡിഫൻസീവ് മിഡായിട്ട് ഫ്രെഡിയാണ്. അതിന് മുന്നിലായിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 സെൻറ്റർ മിഡ് ദാനിഷ് ഫാറൂഖും വിപിനും, അവർക്ക് മുന്നിലായിട്ട് വിങ്ങേഴ്സ് ആയിട്ട് നോവ സദവും, അതുപോലെ തന്നെ റൈറ്റിൽ രാഹുലും ഉണ്ട്, ഫ്രണ്ടിൽ ഇഷാൻ പണ്ഡിത ഡോൺലി സ്ട്രൈക്കറാണ്. ഈ ഒരു ഫോർമേഷനാണ് നമ്മൾ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴും, സെക്കൻഡ് ഹാഫിന്റെ തുടക്കത്തിലേക്ക് വരുമ്പോൾ സെറ്റീരിയൊക്കെ കാണുന്നുണ്ടെങ്കിൽ പിന്നീട് പെപ്പറൊക്കെ നമ്മൾ ആ ഒരു മാച്ചിൽ കൂടുതൽ ടൈം ആ ഒരു ഫ്രണ്ടിൽ കാണുന്നുണ്ടായിരുന്നു. അവിടെ പ്ലേയേഴ്സിലേക്ക് വരുമ്പോൾ ഗോൾ കീപ്പറായിട്ട് നോറയാണെന്നാണ് തോന്നുന്നത്. അതുപോലെ തന്നെ ഡിഫൻസിൽ പ്രീതം കോട്ടാലും സഹീഫും, റിസോർട്ട് ടീമിൽ നിന്നുള്ള സഹീഫുമാണ്. റൈറ്റ് ബാക്കായിട്ട് സൗരമണ്ഡലും, ലെഫ്റ്റ് ബാക്കായിട്ട് നവോച്ച സിംഗ് ഉണ്ട്. ഈ ഒരു വി ഷേപ്പ് മിഡാണ് നമുക്ക് അവിടെയും കൂടുതൽ സമയവും പൊസിഷൻ വെച്ചിട്ട് കാണാൻ സാധിച്ചത്. അവിടെ സിംഗിൾ ഡിഫൻസീവ് മിഡായിട്ട് അസറും, അതിന് ഫ്രണ്ടിലായിട്ട് ഐമനും, അതുപോലെ തന്നെ യൊഹിംബ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫ്രണ്ടിൽ ലെഫ്റ്റിൽ അമവി ഉണ്ടായിരുന്നു. സെൻട്രൽ സ്ട്രൈക്കറായിട്ട് പെപ്പറെ കണ്ടു. റൈറ്റിൽ അജിസലാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്പർ 44 ആണ് ജേഴ്സി നമ്പർ ഉണ്ടായിരുന്നത്. അതിനുശേഷം നമ്മൾ സൊട്ടീരിയ കാണുന്നുണ്ട്. അദ്ദേഹത്തെ ഈ പറഞ്ഞ പോലെ പെപ്പറയ്ക്ക് പകരമായിട്ട് ഫ്രണ്ടിലാണ് കാണുന്നത്. ലെഫ്റ്റ് വിങ്ങിൽ ബികാഷ് സിംഗും, അതുപോലെ തന്നെ റൈറ്റ് വിങ്ങിൽ ബ്രൈസും സബ്ബായിട്ട് വരുന്നതായിട്ട് ഫീൽ ചെയ്തിരുന്നു. ഇവിടെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു പൊസിഷൻ ചേഞ്ച് ആയിട്ട്, അല്ലെങ്കിൽ കഴിഞ്ഞ സീസണിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കാണാൻ സാധിച്ചൊരു കാര്യം, മുഹമ്മദ് ഐമന്റെ ഒരു പൊസിഷൻ ചേഞ്ച് ആണ്. സാധാരണ ഒരു വിങ്ങിൽ നമ്മൾ പ്രതീക്ഷിച്ചെങ്കിലും ഈ ഒരു മാച്ചിൽ, ഈ ഒരു പെർട്ടിക്കുലർ മാച്ചിൽ അദ്ദേഹത്തിന് സെന്ററിൽ നമ്മൾ ആ ഒരു വി ഷേപ്പ് മിഡിലെ ഫ്രണ്ടിലായിട്ടാണ് കാണുന്നത്. ഇതൊരു വലിയ പോസിബിലിറ്റി ആയിട്ടും ഒരു സൂചനയായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എയ്മൻ എന്ന് പറയുന്നത് ഒരു ക്രിയേറ്റീവ് ആയിട്ട് ടെക്നിക്കൽ എബിലിറ്റി ഉള്ള, നല്ല രീതിയിൽ പന്ത് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന, ആ ഒരു രീതിയിൽ കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയറാണ്. ആ ഒരു പ്ലെയറിനെ അവിടെ പ്ലേസ് ചെയ്യുമ്പോൾ സിമിലർലി ലൂണെ അവിടെ പ്ലേസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ആൻഡ് ഇവിടെ ഇങ്ങനെ എയ്മൻ നിന്ന് കളിക്കുമ്പോൾ അദ്ദേഹത്തിന് കിട്ടുന്ന കുറച്ച് ചാൻസസ് ഉണ്ട്. ഒരു സിറ്റുവേഷനിൽ അതിന് സെന്ററിൽ വെച്ച് വിങ്ങിൽ നിന്ന് പന്ത് റിസീവ് ചെയ്തിട്ട് സെന്ററിൽ ഒരു പ്ലെയറിനെ ഡ്രിബിൾ ചെയ്ത് ബീറ്റ് ചെയ്തിട്ട് ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ അതിന് 1-2 ഓപ്ഷൻസ്, ഫ്രണ്ടിലേക്ക് ഒരു ത്രൂ കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അവിടെ അദ്ദേഹം നല്ല രീതിയിൽ ഒരു ഹൈ ത്രൂ ബോൾ കൊടുത്തിട്ട് ഒരു പ്ലെയറിനെ ഫൈൻഡ് ചെയ്യുന്നുണ്ട്. മറ്റൊരു സിറ്റുവേഷനിൽ ഇദ്ദേഹം വിങ്ങിലേക്ക് കുറച്ച് ചേർന്ന് നിന്നിട്ട് വിങ്ങിലൊരു പ്ലെയറായിട്ട് കോമ്പിനേഷൻ 1 ടച്ച് കളിക്കുന്നത് പോലെ നമ്മൾ കാണുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റൊരു സിറ്റുവേഷനിൽ അദ്ദേഹം ലേറ്റ് റൺ വഴി ബോക്സിനകത്ത് നിന്ന് പന്ത് സ്വീകരിച്ച് ഡ്രിബിൾ ചെയ്ത് ബോക്സിനകത്തേക്ക് കയറി ഇൻസൈഡിലേക്ക് അകത്തേക്ക് ഒരു പാസ് കൊടുക്കുന്ന രീതിയിൽ നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ എല്ലാം എയിമിനെ കുറച്ചുകൂടി ഫ്രീ ആയിട്ട് നിന്ന് പന്ത് റിസീവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലും അദ്ദേഹത്തിൻ്റെ ടെക്നിക്കൽ എബിലിറ്റി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു വിഷൻ, ക്രിയേറ്റിവിറ്റി, അതിനെയൊക്കെ യൂട്ടിലൈസ് ചെയ്യാൻ പാകത്തിനൊരു പൊസിഷൻ സെൻട്രലി വിങ്ങിൽ നിന്ന് മാറി സെൻട്രലി അതിന് കിട്ടുന്നത് പോലെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. സോ ഇവിടെ നമുക്ക് സിമിലർ പൊസിഷനിൽ ലൂണെ പ്ലേസ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റിയും വരുന്നുണ്ട്. സോ ഇനി ഈ ഒരു മാച്ച് കണ്ടു കഴിഞ്ഞപ്പോൾ റിപ്പീറ്റ് ആയിട്ട് കണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയ കുറച്ച് കാര്യങ്ങളിലേക്ക് വരാം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് 2 സെൻട്രൽ മിഡിന്റെ സാന്നിധ്യമാണ്. ഫസ്റ്റ് ഹാഫിൽ അത് ദാനിഷ് ഫാറൂഖും വിപിനായിരുന്നു. സെക്കൻഡ് ഹാഫിൽ അത് യൊഹിംബയും എയ്മനായിരുന്നു. ഈ 2 പേർക്ക് വലിയൊരു റോളും വലിയൊരു റെസ്പോൺസിബിലിറ്റിയും ഇത്തരം ഒരു ഫോർമേഷനിൽ ഉള്ളതുപോലെ തോന്നുന്നുണ്ട്. ആൻഡ് ഇവിടെ വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ 2 പേരും സെൻട്രലി പ്ലേസ്ഡ് ആകുമ്പോൾ ഫ്രണ്ടിലെ അറ്റാക്കിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് 2 വിങ്ങറും ഒരു സ്ട്രൈക്കറാണ്. അവർക്ക് പിന്നിലായിട്ടുള്ള ഒരു പൊസിഷനാണ് ഇവർക്ക് കിട്ടുന്നത്. അറ്റ് ദ സെയിം ടൈം നമ്മൾ സൂക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് 360 ഡിഗ്രി ഓപ്ഷൻസ് ഉണ്ട്. ഇവരുടെ മുന്നിലും പുറകിലും റൈറ്റിലും ലെഫ്റ്റിലായിട്ട് ഓപ്ഷൻസ് ഉണ്ട്. സോ കളി ഒന്ന് ഹോൾഡ് ചെയ്യാനും, അതുപോലെ തന്നെ ക്രിയേറ്റീവായിട്ട് കളിക്കണമെങ്കിൽ അങ്ങനെ കളിക്കാനും, ലിങ്കപ്പ് കളിക്കാനും, കോമ്പിനേഷൻസ് കളിക്കാനും ഇവർ
തമ്മിൽ കളിക്കാനുള്ള ഒരുപാട് പോസിബിലിറ്റീസ് ഈ ഒരു ഫോർമേഷൻ കിട്ടുന്നുണ്ട്. അത് നമ്മൾ ഈ ഒരു മാച്ചിലും കാണുന്നുണ്ട്. ഇവർ തമ്മിലുള്ള ആ ഒരു കോമ്പിനേഷനാണ് അതിൽ ആദ്യമേ തന്നെ എടുത്തു പറയേണ്ടത്. ഇങ്ങനെ ഒരു പൊസിഷൻ ഇവർക്ക് കിട്ടുമ്പോൾ ബിറ്റ്വീൻ ദ ലൈൻസിൽ നമ്മൾ സാധാരണ ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറിനെ, ഒരു സിംഗിൾ അറ്റാക്കിംഗ് മിഡ്ഫീൽഡറിനെ പ്ലേസ് ചെയ്യുമ്പോൾ അവിടെ അദ്ദേഹം ഒറ്റ കൈ പോകാറുണ്ട്. അവിടെ ആ ഒരു പ്ലെയറിന് ഫുൾ റെസ്പോൺസിബിലിറ്റി വരികയും അദ്ദേഹം റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കും പോയി ഫുൾ ഇങ്ങനെ എൻഗേജ് ആയി നിൽക്കേണ്ടതിന്റെ ഒരു ആവശ്യം വരാറുണ്ട്. അത് എൻജോയ് ചെയ്യുന്ന കളിക്കാരുണ്ട്. പക്ഷെ ഇവിടെ രണ്ട് പ്ലേയേഴ്സ് ആ പൊസിഷനിൽ വരുമ്പോൾ അത് ഓപ്പൺ ടീമിന് കുറച്ചുകൂടി ഒരു തലവേദന ഉണ്ടാക്കുന്നത് പോലെയും അല്ലെങ്കിൽ ബിറ്റ്വീൻ ദ ലൈൻസിൽ കൂടുതൽ പ്ലേയേഴ്സിന് ഒരു ന്യൂമറിക്കൽ അഡ്വാൻറ്റേജ് നമ്മുടെ ടീമിന് കിട്ടുന്നത് പോലെയും ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു മൂവ്മെന്റ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നോവ സദോ ഗോൾ നേടി, പക്ഷേ ഓഫ് സൈഡ് വിളിച്ച് ഗോൾ ഡിസലോ ചെയ്തൊരു മൂവ്മെന്റ് ആണ്. ഇവിടെ ഫ്രെഡ് ഇന്റർസെപ്റ്റ് ചെയ്യുന്ന ഒരു പന്ത്, അതിനുശേഷം വിപിനും ഡാനിഷ് ഫാറൂഖും വൺ ടച്ച് കളിച്ച് ഏകദേശം ഒരു 4 പട്ടായ പ്ലേയേഴ്സിനെ ബീറ്റ് ചെയ്തിട്ട് മുന്നോട്ടേക്ക് പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അവിടെ ഈ പറഞ്ഞ പോലെ ഇവർ തമ്മിലുള്ള ഒരു കോമ്പിനേഷനാണ് വരുന്നത്. ഇവർ രണ്ടുപേരും ഒരു വൺ ടച്ച് പാസ് കളിക്കാനുള്ള ഒരു പോസിബിലിറ്റിയും ആ രണ്ടുപേര് ഈ സെൻട്രലിൽ വരുമ്പോൾ അവർ തമ്മിൽ ഒരു ലിങ്കപ്പ് കളിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു ഓപ്ഷനാണ് ഇവിടെ തുറന്നു കിട്ടുന്നത്. അങ്ങനെ ആ ഒരു ലിങ്കപ്പ് കളിച്ച് അല്ലെങ്കിൽ ആ ഒരു വൺ ടച്ച് കളിച്ച് വിപിൻ മുന്നോട്ട് പോകുമ്പോൾ നോവ സദോവിനെ വളരെ ഫ്രീ ആയിട്ട് കണ്ടെത്താനുള്ള ഒരു പോസിബിലിറ്റിയും വിപിന് കിട്ടുന്നുണ്ട്. സിമിലർ ആയിട്ട് ഈ പറഞ്ഞ പോലെ ദാനിഷ് ഫാറൂഖ് വിപിൻ ആ ഒരു കോമ്പിനേഷനിൽ വരുന്ന മറ്റൊരു മൂവ്മെന്റും ഫ്രണ്ടിൽ ബോക്സിലേക്ക് വരെ എത്തുന്ന രീതിയിൽ നമ്മൾ കാണുന്നുണ്ട്. സെക്കൻഡ് ഹാഫിൽ എയ്മൻ വരുമ്പോഴും നേരത്തെ പറഞ്ഞ ആദ്യത്തെ മൂവ്മെന്റ് എടുക്കുമ്പോൾ ഇതേ രീതിയിൽ തന്നെ സെൻട്രലിൽ വെച്ച് അതിന് പന്ത് കിട്ടുമ്പോൾ ഫ്രണ്ടിൽ 2-3 ഓപ്ഷൻസ് അതിന് കിട്ടുന്നതും അദ്ദേഹം ഒരു ഹൈ ത്രൂ വെച്ചിട്ട് ഒരു പ്ലെയറിനെ ഫൈൻഡ് ചെയ്യുന്ന മൂവ്മെന്റ് വേറെ ഉണ്ട്. ആൻഡ് ഈ ഒരു മാച്ചിൽ ബ്ലാസ്റ്റേഴ്സ് നേടിയ ഏക ഗോളിലേക്ക് വരുമ്പോൾ അത് നേടിയിട്ടുള്ളതും നേരത്തെ പറഞ്ഞ പോസ്റ്റിൽ കളിച്ചിട്ടുള്ള ആ ഒരു സെൻട്രൽ മിഡാണ് യോഹിംബ മീത്തെ. അദ്ദേഹത്തിന്റെ ആ ഒരു ഷോട്ടിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു ഗോൾ സ്കോറിംഗ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് വരുമ്പോൾ സ്ട്രൈക്കിംഗ് ഫോഴ്സ് അല്ലെങ്കിൽ അറ്റാക്കിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് ആ ഫ്രണ്ടിൽ വരുന്ന 3 പേരാണ്, ആ ഒരു വിങ്ങേഴ്സും അതുപോലെ തന്നെ സ്ട്രൈക്കറും. ഇവർ തമ്മിൽ കളിക്കുന്ന ഒരു കോമ്പിനേഷൻ അല്ലെങ്കിൽ ഇവർ തമ്മിൽ കളിക്കുന്ന ഒരു അറ്റാക്കിംഗ് മൂവ്മെന്റിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്ന രീതിയിലാണ് ഈ പ്ലെയർ ഫ്രീ ആവുന്നത്, അതായത് ഈ സെൻട്രൽ മിഡ് ഫ്രീ ആവുന്നത്. ഈ സെൻട്രൽ മിഡിലേക്ക് ഇന്റർസെപ്റ്റ് ചെയ്തിട്ടാണെങ്കിലും ആ ഒരു പന്ത് കിട്ടുമ്പോൾ ആ ഒരു പ്ലെയർ അൺമാർക്കഡ് ആയിട്ട് നിൽക്കുന്നത് പോലെയും ആ ഒരു പ്ലെയറിന് സ്പേസ് കിട്ടി ഷോട്ട് എടുക്കാൻ പറ്റുന്ന രീതിയിൽ അത് ഗോളായി മാറുന്നതും നമ്മൾ ആ ഒരു മാച്ചിൽ കണ്ടിട്ടുണ്ട്. സോ ഇവിടെ ഈ രണ്ട് പ്ലേയേഴ്സ് തമ്മിൽ കളിക്കുന്ന കോമ്പിനേഷനും അതിലൂടെ കിട്ടുന്ന സ്പേസും ഓപ്ഷൻസും നമുക്ക് ബിറ്റ്വീൻ ദ ലൈൻസിൽ ഇവരെ പ്ലേസ് ചെയ്യുമ്പോൾ രണ്ട് പ്ലേയേഴ്സിനെ പ്ലേസ് ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സെയിം സംഭവം ഇവർ ഇൻഡിവിജ്വൽ അല്ലാതെ കോമ്പിനേഷൻസ്, ഇവരും വിങ്ങേഴ്സ് ആയുള്ള കോമ്പിനേഷൻ, ഇവരും ഫുൾ ബാക്ക് ആയുള്ള കോമ്പിനേഷൻ, നേരത്തെ പറഞ്ഞ ഒരു 360 ഡിഗ്രി അവർക്ക് റൗണ്ടിൽ ഓപ്ഷൻസ് കിട്ടുമ്പോൾ അത്രയും ഓപ്ഷൻസ് ഇവർക്ക് അവൈലബിൾ ആണ്. അതിൽ ഈ മാച്ചിൽ ഏറ്റവും അധികം കണ്ടത് ഇവരും വിങ്ങേഴ്സ് ആയുള്ള ഒരു കോമ്പിനേഷനാണ്. വിപിനും രാഹുൽ നമ്മളൊരു വൺ ടച്ച് കളിച്ച് രാഹുലിന് അറ്റാക്കിംഗ് തരത്തിൽ പന്ത് കിട്ടുന്നത് പോലെ ഒരു മൂവ്മെന്റ് നമ്മൾ കാണുന്നുണ്ട്. മറ്റൊരു സിറ്റുവേഷനിൽ എയ്മൻ ഇതുപോലെ കളിച്ചിട്ട് നമ്മുടെ ഫുൾ ബാക്കിന് ഇത്തരത്തിൽ ഫ്രണ്ടിൽ അറ്റാക്കിംഗ് തരത്തിൽ വെച്ചിട്ട് പന്ത് കിട്ടുന്ന സിറ്റുവേഷൻ വേറെ നമ്മൾ കണ്ടിട്ടുണ്ട്. സിമിലർ ആയിട്ട് ഇപ്പോൾ നോവ സദോയിലേക്ക് വെച്ചു കൊടുത്ത ഒരു പന്ത് അവിടെയും ഈ പറഞ്ഞ പോലെ സെൻട്രൽ മിഡും അതുപോലെ തന്നെ ആ ഒരു സൈഡിലെ വിങ്ങറുമായിട്ടാണ് വരുന്നത്. സോ ഈ രണ്ട് പ്ലേയേഴ്സ് സെൻട്രൽ മിഡിലേക്ക് വരുമ്പോൾ ഒരു സെൻട്രൽ മിഡും ആ സൈഡിലെ വിങ്ങറും ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ അത് എപ്പോഴും ഒരു വലിയ പോസിബിലിറ്റിയാണ്. ഇത് ഒരു സൈഡിലേക്ക് മാത്രമോ അല്ലെങ്കിൽ ഒരു പ്ലെയറിലേക്ക് മാത്രമോ ചുരുങ്ങുന്നില്ല എന്നുള്ളതാണ്. ഈ പ്ലെയർ തന്നെ പോയി അപ്പുറത്ത് പോയി കോമ്പിനേഷൻ കളിക്കേണ്ട ആവശ്യമില്ല. അപ്പുറത്ത് വേറൊരു സെൻട്രൽ മിഡും വേറൊരു വിങ്ങറും ഉണ്ട്. സോ അവർക്ക് തമ്മിൽ ആ സൈഡിൽ കോമ്പിനേഷൻ കളിക്കാം. അങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഓരോ സൈഡിനും ഓരോ വിങ്ങർ എന്ന രീതിയിലും ഇവർക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ ആ ഒരു കോമ്പിനേഷനുള്ള പോസിബിലിറ്റീസ് എപ്പോഴും ഉണ്ട്. ഒരു പ്ലെയർ തന്നെ എല്ലായിടത്തും പോയി കളിക്കേണ്ട ഒരു ആവശ്യം വരുന്നില്ല. രണ്ട് സൈഡിലും രണ്ട് സോണിലും കൃത്യമായ രീതിയിൽ ഒരു പ്ലെയർ നമുക്ക് കിട്ടും എന്നുള്ളതാണ് ഈ ഒരു ഫോർമേഷൻ്റെ ഒരു പ്രത്യേകത. സോ വളരെ ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്തരം ഒരു ഫോർമേഷൻ ആണ് കളിക്കുന്നതെങ്കിൽ അത് എടുത്തു പറയണം. അങ്ങനെ കളിക്കുന്നതെങ്കിൽ ഈ സെൻട്രൽ മിഡിന് നല്ലൊരു ചുമതലയും കളി ഹോൾഡ് ചെയ്യാനും ക്രിയേറ്റീവായിട്ട് കളിക്കാനും കോമ്പിനേഷൻസ് കളിക്കാനും മൊത്തത്തിൽ ആ ഒരു കളിയുടെ ഹോൾഡ് അല്ലെങ്കിൽ താളം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ കളിയിൽ ക്രിയേറ്റീവായിട്ടുള്ള മൂവ്മെന്റ്സ് കൊണ്ടുവരാനുള്ള എല്ലാത്തിനുള്ള ഒരു പോസിബിലിറ്റി ഈ രണ്ട് സെൻട്രൽ മിഡിനും കിട്ടുന്നതാണ്. അവിടെ ലൂണെ പ്ലേസ് ചെയ്യാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യമേ തന്നെ എയ്മന് പകരം അല്ലെങ്കിൽ എയ്മൻ ഉപയോഗിച്ചതുപോലെ ലൂണെ പ്ലേസ് ചെയ്യാനുള്ള ഒരു വലിയ പോസിബിലിറ്റിയും നമുക്ക് ഈ മാച്ചിലൂടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി രണ്ടാമതായിട്ട് കണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ അല്ലെങ്കിൽ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് വിങ്ങേഴ്സ് പ്ലസ് ഫുൾ ബാക്ക് വരുന്ന കോമ്പിനേഷൻ ആണ്. ഇവർ ഇൻഡിവിജ്വലി ക്രിയേറ്റ് ചെയ്യുന്ന ചാൻസസും ഇവർ കമ്പൈൻഡ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ചാൻസസും നമ്മൾ ഈ ഒരു മാച്ചിൽ കാണുന്നുണ്ട്. ഇൻഡിവിജ്വലി ക്രിയേറ്റ് ചെയ്യുന്ന ചാൻസസിലേക്ക് വരുമ്പോൾ നോസദോ ലെഫ്റ്റിൽ വെച്ച് പന്ത് റിസീവ് ചെയ്യുമ്പോൾ അദ്ദേഹം ക്രോസുകളുടെ രൂപത്തിൽ കൊടുക്കുന്ന ബോളുകൾ, രാഹുൽ അത്തരത്തിലൊരു ബോൾ കൊടുക്കുന്നുണ്ട്. സോ ഇവർ ഇൻഡിവിജ്വലി ക്രിയേറ്റ് ചെയ്യുന്ന ബോളുകൾ നമ്മൾ കാണുന്നുണ്ട്. സിമിലർ ആയിട്ട് ഫുൾ ബാക്ക് സന്ദീപ് സിംഗ് ആണെങ്കിലും സൗരവ് ആണെങ്കിലും നവോച്ച ആണെങ്കിലും അവരെ അറ്റാക്കിംഗ് തേർഡിലേക്ക് കുറച്ചുകൂടി ഡീപ്പായിട്ട് കുറച്ചുകൂടി ഓവർലാപ്പ് ചെയ്ത് വന്ന് മുന്നോട്ട് കൊടുക്കുന്ന ക്രോസുകൾ, ഇൻസൈഡിലേക്ക് കൊടുക്കുന്ന പാസുകൾ അത് നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയൊരു കാര്യം ഇവർ തമ്മിലുള്ള കോമ്പിനേഷനിൽ വരുന്ന മൂവ്മെന്റ്സ് ആണ്. ഇവർ തമ്മിൽ കണക്റ്റഡ് ആണ്. അറ്റ് ദ സെയിം ടൈം ഇവർക്ക് തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്യാനുള്ള പൊസിഷനും റോളും ഇന്റർചേഞ്ച് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റിയും കിട്ടുന്നുണ്ട്. ഇതും മിക്കാൽ സെറയുടെ ഫോർമേഷൻസിൽ അതിന്റെ പ്രീവിയസ് മാച്ചസിൽ നമ്മൾ നിരന്തരമായിട്ട് കാണുന്ന ഒരു കാര്യമാണ് ഈ ഫുൾ ബാക്ക് പ്ലസ് വിങ്ങേഴ്സ് കോമ്പിനേഷൻ. അത് 4-3-3 വിങ്ങേഴ്സിനെ യൂസ് ചെയ്യുന്ന ഫോർമേഷൻസിൽ മെയിനായിട്ട് വരാറുണ്ട്. ഇവിടെ കിട്ടുന്ന ഒരു പ്രധാനപ്പെട്ട പോസിബിലിറ്റി എന്ന് പറയുന്നത് ഫസ്റ്റ് ഇന്റർചേഞ്ചിങ് ആണ്. അതായത് ഈ രണ്ട് പ്ലേയേഴ്സിനും റോളും പൊസിഷനും ഇന്റർചേഞ്ച് ചെയ്യാനുള്ള അല്ലെങ്കിൽ മാറ്റി കളിക്കാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ഈ ഒരു മാച്ചിൽ നമ്മളൊരു പൊസിഷനിൽ രാഹുലിനെ ഫ്രണ്ടിലും
സന്ദീപ് സിംഗ് റൈറ്റ് ബാക്ക് ആയിട്ട് കളിക്കുന്ന സന്ദീപ് സിംഗ് ഒരു ഇൻസൈഡിൽ ഡ്രോപ്പ് ചെയ്തിട്ട് പിറകിലായിട്ട് കാണുന്നുണ്ട്. അങ്ങനെ സന്ദീപ് സിംഗ് രാഹുലിലേക്ക് ഒരു പാസ് വെച്ച് കൊടുക്കുന്ന ഒരു മൂവ്മെന്റ് ഉണ്ട്. വേറൊരു സിറ്റുവേഷനിലേക്ക് വരുമ്പോൾ സന്ദീപ് സിംഗ് ആണ് അവിടെ ഫ്രണ്ടിൽ വരുന്നത്, ബാക്കിലാണ് രാഹുൽ വരുന്നത്. രാഹുലിലേക്ക് ഒരു മൈനസ് പാസ് ആണ് അവിടെ സന്ദീപ് കളിക്കുന്നത്. സിമിലർ ആയിട്ടുള്ള ഇവർ ഇന്റർചേഞ്ച് ചെയ്തിട്ടുള്ള രാഹുലും സന്ദീപും അങ്ങനെ മാറി വരുന്ന രീതിയിലുള്ള മൂവ്മെന്റ്സ് നമ്മൾ കാണുന്നുണ്ട്. ഇതുപോലെ തന്നെ വിങ്ങർ ഇൻസൈഡിലേക്ക് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നവോച്ച അമവിയ അവരുടെ ഒരു കോമ്പിനേഷനുള്ള മൂവ്മെന്റ് ഉണ്ടായിരുന്നു. ഇതിൽ വിങ്ങർ ഇൻസൈഡിലേക്ക് നിൽക്കുമ്പോൾ അവിടെ വൈഡ് സ്പേസ് ഓപ്പൺ അപ്പ് ആവുന്നതും ആ ഓപ്പൺ അപ്പ് ആവുന്ന ആ ഒരു സ്പേസിലേക്ക് ഫുൾ ബാക്ക് ഓവർലാപ്പ് ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ഓവർലാപ്പ് ചെയ്യുന്ന ആ ഫുൾ ബാക്കിലേക്ക് പന്ത് എത്തിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് ഇതിനെ പറഞ്ഞ പോലെ ഓവർലാപ്പ് ചെയ്ത് അകത്തേക്ക് ഒരു ക്രോസ് വെച്ച് കൊടുക്കാനുള്ള ഒരു പോസിബിലിറ്റിയും കിട്ടുന്നുണ്ട്. സോ ഈ വിങ്ങർ പ്ലസ് ഫുൾ ബാക്ക് കോമ്പിനേഷൻ അവർ തമ്മിലുള്ള ഇന്റർചേഞ്ചിങ് അവർ തമ്മിൽ ക്രിയേറ്റ് ചെയ്യുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സഹായിച്ച് ക്രിയേറ്റ് ചെയ്യുന്ന ചാൻസസ് നമ്മളൊരു മാച്ചിൽ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സെക്കൻഡ് ഹാഫിൽ ബ്രൈസും സൗരവും വരുന്ന സിറ്റുവേഷനിൽ ബ്രൈസ് പിറകിലും സൗരവ് ഫ്രണ്ടിലായിട്ടാണ് നിൽക്കുന്നത്. അവർ തമ്മിലൊരു വൺ ടച്ച് പാസ് ഒരു ട്രയാങ്കുലർ മൂവ്മെന്റ് അവർ തമ്മിൽ കളിച്ചിട്ട് ബ്രൈസിനെ ഫ്രണ്ടിൽ ഫൈൻഡ് ചെയ്യുന്ന മൂവ്മെന്റ് വേറെ ഉണ്ട്. സോ ഇത്തരത്തിൽ ഈ വിങ്ങേഴ്സും ഫുൾ ബാക്കും ഇൻസൈഡിലേക്ക് നിന്നിട്ടും അല്ലെങ്കിൽ അവർ തമ്മിൽ കോമ്പിനേഷൻ കളിച്ചിട്ടും പൊസിഷൻ മാറ്റിയിട്ടും ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ചാൻസസ് ഈ ഒരു ഫോർമേഷന്റെ പോസിബിലിറ്റിയിൽ വരുന്ന പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. സോ ഈ ഒരു മാച്ചിലൂടെ എനിക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു ഫോർമേഷൻ ഉപയോഗിക്കുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ അറ്റാക്കിംഗ് പവർ അല്ലെങ്കിൽ അറ്റാക്കിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് 6 പ്ലേയേഴ്സിലേക്കാണ്. ഈ 2 സെന്റർ മിഡ്, 2 വിങ്ങർ, 2 ഫുൾ ബാക്ക് അവർ തമ്മിൽ ക്രിയേറ്റ് ചെയ്യുന്ന ചാൻസസിലൂടെ വരുന്ന ബോളുകൾ, ഇൻസൈഡിലേക്ക് വരുന്ന ബോളുകൾ കൺവേർട്ട് ചെയ്യുക, ഫിനിഷ് ചെയ്യുക എന്ന് പറയുന്ന ഉത്തരവാദിത്വമാണ് നമ്മുടെ സ്ട്രൈക്കറിനുള്ളത്. അത്തരത്തിൽ 1 or 2 ചാൻസ് സ്ട്രൈക്കറിന് കിട്ടുന്നുണ്ട്. സ്ട്രൈക്കറിന്റെ കൂടുതൽ വേരിയേഷൻസും കൂടുതൽ ഗെയിം സ്റ്റൈലും പാറ്റേൺസും നമ്മൾ വരുന്ന മാച്ചുകളിൽ കണ്ടെന്നിരിക്കാം. പക്ഷേ നിലവിൽ എനിക്ക് തോന്നുന്നത് ബ്ലാസ്റ്റേഴ്സിന് ഈ ചാൻസസ് ക്രിയേറ്റ് ചെയ്യാനുള്ള അറ്റാക്കിലേക്ക് വരുമ്പോൾ ഈ 6 പ്ലേയേഴ്സിന്റെ കോൺട്രിബ്യൂഷൻ, അവരായിട്ട് ഉണ്ടാക്കുന്ന കോമ്പിനേഷൻ, അതിലൂടെ വരുന്ന ചാൻസസ് അത് തന്നെയാണ് അറ്റാക്കിൽ ഏറ്റവും അധികം ബ്ലാസ്റ്റേഴ്സിൽ കാണാൻ സാധ്യതയുള്ള ഈ ഒരു ഫോർമേഷൻ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാൻ സാധ്യതയുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇത് പറയുമ്പോൾ ഇങ്ങോട്ട് കിട്ടിയ 2 ഗോളുകളെ പറ്റി സംസാരിക്കണം. പക്ഷെ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ വീക്ക്നെസ്സുകൾ കണ്ടെത്താനും പരിഹരിക്കാനും അത് മനസ്സിലാക്കി മുന്നോട്ട് പോകാനുള്ള ഒരു വേദിയാണ് ഇത്തരത്തിലുള്ള പ്രീ സീസൺ ഗെയിം. അതുകൊണ്ട് മാത്രം പറയുന്നതാണ് ഈ വിങ്ങേഴ്സ് ഓവർലാപ്പ് ചെയ്യുമ്പോൾ, ഫുൾ ബാക്സ് ഓവർലാപ്പ് ചെയ്യുമ്പോൾ അവിടെ വരുന്ന വൈഡിൽ വരുന്ന സ്പേസിലൂടെയാണ് ഈ വരുന്ന 2 ഗോളുകളുടെയും ഒരു തുടക്കം എന്ന് പറയുന്നത്. ആ വൈഡിലെ സ്പേസ് നമ്മൾ ഈ ഒരു മാച്ചിൽ എവിഡൻ്റ് ആയിട്ട് കാണുന്നുണ്ട്. പ്ലസ് ഒരു ഡിഫൻസീവ് മിഡ് മാത്രം കളിക്കുമ്പോൾ ഈ ഡിഫൻസിൽ വരുന്ന വേക്കൻറ്റ് സ്പേസ്, ഡിഫൻസിൻ്റെ ഫ്രണ്ടിൽ വരുന്ന വേക്കൻറ്റ് സ്പേസും ഓപ്പണന്റ് യൂട്ടിലൈസ് ചെയ്യുന്ന രീതിയിൽ 1-2 മൂവ്മെന്റ്സ് കണ്ടു, അത്രയേ ഉള്ളൂ. സോ ആ ഒരു സംഭവം നമ്മൾ പരിഹരിക്കേണ്ട അല്ലെങ്കിൽ അതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കേണ്ടതായിട്ട് തോന്നുന്നുണ്ട്. സോ ടോട്ടലി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫോർമേഷൻ സെറ്റപ്പ് കേരള ബ്ലാസ്റ്റേഴ്സ് അധികം പരീക്ഷിച്ചിട്ടില്ലാത്തൊരു ഫോർമേഷൻ സെറ്റപ്പാണ്. പക്ഷേ ഈ പറഞ്ഞ പോലെ അതിൻ്റേതായിട്ടുള്ള ഫ്ലോസും അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ട്. അത് പരിഹരിക്കുക, അത് കണ്ടെത്തുക എന്നുള്ളതാണ് പ്രീ സീസൺ ഗെയിംസിൻ്റെ ഉദ്ദേശം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒറ്റ ഗെയിം കൊണ്ട് അല്ലെങ്കിൽ ഈ ഒറ്റ മാച്ച് കൊണ്ട് ഈ ഫോർമേഷൻ ഉപയോഗിക്കുമെന്നോ ഈ പ്ലേയേഴ്സിന് ഇത് റോള് കിട്ടുമെന്നോ ഇത് തന്നെയാണ് നമ്മൾ ISL കാണാൻ പോകുന്നതെന്നോ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. നമ്മളിനി വരുന്ന മാച്ചുകൾ കാണുമ്പോൾ റിപ്പീറ്റ് ആയിട്ട് വരുന്നുണ്ടെങ്കിൽ ഏകദേശം ഉറപ്പിക്കുക എന്നുള്ളൂ. അറ്റ്ലീസ്റ്റ് ഈ തായ്ലൻഡ് പ്രീ സീസൺ ഗെയിംസ് കൊണ്ട് നമ്മളൊന്നും ഉറപ്പിക്കാതിരിക്കുക, അതാണ് നല്ലത്. എന്തായാലും ഈ ഒരു മാച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതല്ലാതെ നോട്ടീസ് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ഷെയർ ശ്രമിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും മിസ്റ്റേക്കോ തെറ്റുകളോ വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തിരുത്താവുന്നതാണ്. സോ നമുക്ക് എന്തായാലും മറ്റു വീഡിയോയിൽ കാണാം. ബൈ.